നോരംഗപുരം ഗ്രാമത്തിൽ മോഹൻ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വരുന്നു. മോഹൻ പച്ചക്കറി കച്ചവടം ചെയ്ത് തന്റെ കുടുംബം പോറ്റി വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രത്നയും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. പിന്നെ വീട്ടിനു പുറത്ത് ഒരു ചെറിയ സ്ഥലത്ത് തക്കാളി തോട്ടം വെച്ചിരുന്നു. മോണിയും കരുണും പോലും ഈ ജോലിയിൽ തന്റെ അമ്മയ്ക്ക് സഹായിച്ചിരുന്നു. ഇതാ അച്ഛാ, ഞങ്ങൾ തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇന്ന് ഇത്ര തക്കാളി നമുക്ക് കിട്ടിയിട്ടുള്ളൂ? അതെ അച്ഛാ, ബാക്കിയുള്ള തക്കാളിയൊക്കെ വളരെ പച്ചയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറിക്കാതിരുന്നത്. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഇത്തവണ നമ്മുടെ ജോലി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോണിക്ക് ഉടനെ കല്യാണം നടത്തണം. ഹാ, ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. ഞാൻ എന്റെ വലിയ ചേട്ടനോട് സംസാരിച്ചു. നമ്മൾ വളരെ വേഗം തന്നെ മോണിക്ക് കല്യാണം ചെയ്തേക്കാം. അത് തന്നെയാ ശരി. മോഹനും പച്ചക്കറി വണ്ടിയിലെല്ലാം എടുത്തു വെച്ചുകൊണ്ട് പച്ചക്കറി വ്യാപാരം ചെയ്യാനായി പോയി. വൈകുന്നേരം മോഹൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് രത്ന ചോദിച്ചത്, എന്തുപറ്റി? ഇന്ന് വളരെ സന്തോഷത്തോടെയാണല്ലോ. അതെ അതെ, ഇത് വളരെ സന്തോഷമായുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് പറയുന്നേ? കിലോ 10 റുപ്യ വിൽക്കേണ്ട തക്കാളിന് ഇപ്പൊ 100 റുപ്യാണ് കിലോന് വിൽക്കുന്നത്. എന്ത്, നേരാണോ? ആ, ഇന്ന് വിൽക്കേണ്ട മൊത്ത തക്കാളിയും ഞാൻ 10 മടങ്ങിനാണ് വിറ്റത്. ഇപ്പൊ നമ്മ വേഗം തന്നെ വലിയ പൈസക്കാരനാവാൻ പറ്റും. ഇത് വളരെ സന്തോഷകരമായ കാര്യമാ. ഹാ, ഇനി നമ്മുടെ എല്ലാ ജോലിയും നന്നായിട്ട് പോകും. നമ്മുടെ മോണിന്റെ കല്യാണവും വളരെ നന്നായിട്ട് തന്നെ പോകും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ഈ സന്തോഷം 2-3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഗ്രാമത്തിന്റെ ജമീന്ദാർ ധൻരാജ് വന്നു. മോഹൻ, മോഹൻ, നീ എവിടെയാ ഉള്ളത്? ഒന്ന് വേഗം വായോ. ദേ വന്നു. ആ, വരും മുതലാളി. നീ വലിയൊരു പണക്കാരനായെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ മുതലാളി, നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? തക്കാളി വിറ്റോണ്ട് ആർക്കെങ്കിലും പൈസക്കാരനാവാൻ പറ്റുമോ? എടാ, എന്താടാ, നിന്റെ അടുത്താണെങ്കിൽ കുറെ തക്കാളി ഉണ്ടല്ലോ. എന്നാലും നീ ഒരു പൈസക്കാരനെ നീ സമ്മതിക്കില്ലേ? ഈ വില കൂട്ടുന്ന പരിപാടിയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുള്ള വിത്തുകളും വിലകളും എൻ്റെ അടുത്ത് ഇല്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്, നിന്റെ അടുത്തുള്ള തക്കാളിയൊക്കെ കുറച്ച് എൻ്റെ അടുത്ത് തന്നേക്ക്. നിങ്ങൾ ഇത്രയും വലിയ ആളാണ്, പക്ഷെ എന്തിനാ നിങ്ങൾ ഈ പാവപ്പെട്ടവരെ ഇത്ര നിങ്ങൾ ചോദിക്കുന്നത്? ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ, പിന്നെ നീ എന്റെ വേറെ മുഖം കാണേണ്ടി വരും. നിങ്ങൾ എന്താ എന്റെ അടുത്ത് നിന്ന് തക്കാളി വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? ഈ തക്കാളി നീ സാധാരണയായിട്ട് വിചാരിക്കേണ്ട, അതിനുള്ള പണി നിനക്ക് ഞാൻ തരാം, മനസ്സിലായോ? ഇത് പറഞ്ഞിട്ട് തലവൻ ധൻരാജ് അവിടെ നിന്നും പോയി. 2-3 ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോ കുട്ടികളെ, വയലിൽ പോയി തക്കാളി പറിച്ചു കൊണ്ടുവരൂ. ഞാനും പോയിട്ട് വണ്ടി എടുത്ത് ശരിയായി കൊണ്ടുവരാം. പക്ഷെ പാവം, അവർ ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും അതിശയിച്ചു പോയി. കാരണം തോട്ടത്തിൽ തക്കാളി ഒന്നുമില്ല, അവിടെയുള്ള ചെടികളും കാണാനില്ല. രണ്ടുപേരും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് തങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അച്ഛാ, ഒന്ന് വേഗം വരൂ. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? അച്ഛാ, തോട്ടത്തിൽ ഒരു തക്കാളി പോലും ഇല്ല. എന്ത്? ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ വയല് മൊത്തം കാലിയായിരുന്നു. ഇതെല്ലാം ആ തലവൻ ചെയ്ത കാര്യമായിരിക്കും. ആ മനുഷ്യനാണ് നമ്മളുടെ കൃഷി മൊത്തം നശിപ്പിച്ചത്. ഇത് വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിച്ചു വന്നത്. പക്ഷേ അത് അവനെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷെ അന്ന് ഞാൻ മുതലാളി പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കഷ്ടം ഞാൻ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, അങ്ങനെ പാതി തക്കാളി അദ്ദേഹത്തിന് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം നമുക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യം വന്നു കാണില്ലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ, നമുക്ക് വലിയ നഷ്ടമാണ് നടന്നത്. മോണീന്റെ കല്യാണം വേറെ നരികൊണ്ട് നടക്കുകയാണ്. നമ്മളുടെ കല്യാണം പിന്നെ എങ്ങനെയാണ് നടത്തുക? ഇപ്പോൾ കരയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്ത് സംഭവിക്കണോ അത് സംഭവിച്ചു കഴിഞ്ഞു. അതെ അച്ഛാ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അച്ഛാ, നിങ്ങളല്ലേ പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആർക്ക് വേണമെങ്കിൽ പറിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ വിധി ആരെ കൊണ്ടും പറിക്കാൻ പറ്റില്ല. ആ കുടുംബം തന്റെ വീട്ടിലേക്ക് വന്നു. തലവൻ തന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ചുറ്റി നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ചോദിച്ചത്, അല്ല, എന്താ പറ്റിയത്? ഇന്ന് ദിവസം മുഴുവൻ പക്ഷിയെ പോലെ നിങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ വിഷയം തന്നെ വളരെ സന്തോഷമായ കാര്യമാണ്. സസ്പെൻസ് ഒന്നും വേണ്ട, ആദ്യം എന്താണ് കാര്യമെന്ന് പറയൂ. ഒരു പ്രാവശ്യം നീ സ്റ്റോറിലും പോയി നോക്ക്. തലവന്റെ ഭാര്യ സ്റ്റോർ റൂമിലേക്ക് ചെന്നു. അവരും അവരുടെ പുറകെ ചെന്നു. ആ സ്റ്റോറും മുഴുവൻ ചുവന്ന തക്കാളി കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് കണ്ട് അതിശയിച്ചു പോയി. ആ, ഇത്രയും തക്കാളി നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ വലിയ പണക്കാരായി മാറിയിരിക്കുന്നു. ഇതൊക്കെ എന്റെ ബുദ്ധി കൊണ്ടാണ് നടന്നിരിക്കുന്നത്.
എന്നാലും ഒന്ന് പറയൂ, ഇത്രയും തക്കാളി എവിടെ നിന്നാ കിട്ടിയത്? ഇപ്പോഴിത് പറയാനുള്ള ആവശ്യമില്ല. നിനക്കിപ്പോൾ എത്ര തക്കാളി വേണോ അത് നീ വേഗം എടുത്തോളൂ. ബാക്കിയുള്ള തക്കാളി എടുത്തിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് കൊടുത്തേക്കാം. ശരി, കുറച്ച് കാശ് വീട്ടിലേക്ക് വരുമല്ലോ. പക്ഷേ മോഹന്റെ കുടുംബം വിഷമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നെ കൊണ്ട് മറക്കാനേ പറ്റുന്നില്ല. എൻ്റെ മകളുടെ കല്യാണം ഞാൻ എങ്ങനെയാണ് നടത്താൻ പോകുന്നത്? അച്ഛാ, നമ്മൾ മാർക്കറ്റിൽ നിന്നും തക്കാളി ചെടികളെ വാങ്ങിക്കൊണ്ട് വന്ന് വീണ്ടും വ്യവസായം ചെയ്യാം അച്ഛാ. അതുവരെ നിങ്ങൾ പച്ചക്കറി കൃഷി നോക്കൂ. നമ്മൾ വീണ്ടും തക്കാളി കൃഷി ചെയ്യാം. ഹാ, ഇത് ശരിയുള്ള വഴി തന്നെയാണ്. നമുക്ക് വീണ്ടും കൃഷി തന്നെ ചെയ്യാം. ഇതിനു മുകളിൽ നമ്മൾ സമയം കളയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും ചേർന്ന് ചെടി നട്ടു. മോഹന്റെ ജീവിതം എപ്പോഴും പോലെ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പച്ചക്കറി കച്ചവടം ചെയ്തു. പിന്നെ തക്കാളി വളരാനായി കാത്തിരുന്നു. ശരി, ചെടിയിലുള്ള തക്കാളി എപ്പോഴാണ് വരിക? അതെ ചേട്ടാ, പക്ഷെ കുറച്ചു ദിവസത്തേക്ക് പച്ചക്കറി കച്ചവടം നമ്മൾ നിർത്തണം. കാരണം മോനിയുടെ കല്യാണം വരാൻ പോവുകയാ. ഒരുപാട് ജോലി ചെയ്യണമല്ലോ. ആ, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ തക്കാളിയും വിറ്റിയേക്കും. പിന്നെ ദാം തൊന്ന് കല്യാണം ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളികളും വീട്ടിലേക്ക് വേണ്ടി ചേർത്തും വെക്കാം. പക്ഷെ തലയിലെടുത്ത് എന്താണോ ആവോ, ആർക്കറിയാം. രാത്രി ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി. അതുകാരണം തക്കാളിത്തോട്ടം മൊത്തം നശിച്ചുപോയി. ആ കൊടുങ്കാറ്റ് കാരണം സകല കൃഷിയും നശിച്ചുപോയി. പിന്നെ പഴുത്ത തക്കാളിയും നശിച്ചു. രാവിലെ എണീറ്റ് രത്ന നോക്കിയിട്ട് മോഹനെ അവൾ വിളിച്ചു. ചേട്ടാ, നിങ്ങളൊന്ന് നോക്ക്, ഇങ്ങോട്ടൊന്ന് വരൂ. ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ഒച്ചക്കുന്നത്? അങ്ങോട്ട് നോക്കൂ, നമ്മുടെ കൃഷി എല്ലാം നശിച്ചു പോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഹേ ഈശ്വര, എന്തിനെങ്ങനെ വീണ്ടും ചെയ്യുന്നത്? ഈ പാവപ്പെട്ടവർ എന്തിനെങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്നത്? ഇനി എന്താ ചെയ്യാ? ഞങ്ങൾ എന്ത് പാവാണ് ചെയ്തത്? അച്ഛാ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ദൈവത്തിന്റെ കൃപ പോലെ നടക്കും മോനെ. എല്ലാരും ആകെ സങ്കടത്തോടെയായി. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഒന്നും ശരിയാവുന്നില്ല. 2 ദിവസത്തിൽ മോനിയുടെ കല്യാണമാണ്. ഈ തക്കാളിയെ ഞാൻ അല്പം വിശ്വസിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ പണത്തിനായി കഷ്ടപ്പെടേണ്ടി വരുമല്ലോ ചേട്ടാ. ഹാ, എനിക്ക് അതേ വിഷമമാണ് ഉള്ളത്. ഇപ്പോ എന്താ സംഭവിക്കുക? അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ വാതിൽക്കൽ തലവന്റെ ഭാര്യ മേനക വന്നത്. അവർ പറഞ്ഞു, മോനി എന്റെയും മകളാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. നിങ്ങൾ ഞങ്ങളുടെ ഈ പാവപ്പെട്ട വീട്ടിലേക്കോ? നിങ്ങളെക്കാളും പണക്കാർ വേറെ ആരുമില്ല. നിങ്ങളാണ് വലിയ പണക്കാര്. നിങ്ങളുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ല. കാരണം എന്റെ ഭർത്താവ് നിങ്ങൾക്ക് ചെയ്ത ദ്രോഹമുണ്ടല്ലോ, അത് നിങ്ങളുടെ മുൻപിൽ എന്നെ ചെറുതാക്കിയിരിക്കുന്നു. മുതലാളി അങ്ങനെ എന്താണ് ചെയ്തത്? അദ്ദേഹം നിങ്ങളുടെ വയലിലുണ്ടായിരുന്ന തക്കാളി എല്ലാം മോഷ്ടിച്ചു. ഞങ്ങൾ സംശയിച്ചത് ശരിയാണ്. അതെ, പക്ഷെ ഇക്കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ അത്യാഗ്രഹിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്നു. എന്തുപറ്റി? എല്ലാം ശരി തന്നെയല്ലേ? അദ്ദേഹം എത്ര തക്കാളി മോഷ്ടിച്ചോ അതെല്ലാം നശിച്ചുപോയി. നിങ്ങൾക്കുണ്ടായ നഷ്ടം മാറ്റാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇതിൽ നിങ്ങളുടെ തെറ്റ് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇതിന്റെ ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഈ പണം നിങ്ങൾ വാങ്ങിക്കൂ. മോനി എന്റെയും മകളാണ്. അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തൂ. മോഹനും രത്നയും വേണ്ടെന്ന് പറഞ്ഞതിനു ശേഷം പോലും മേനക നഷ്ടമായതിനുള്ള കാശ് നൽകി. പിന്നെ മാപ്പ് ചോദിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇവരുണ്ടല്ലോ, ഇവര് വളരെ നല്ലവരാണ്. പക്ഷെ ഇവരുടെ ഭർത്താവുണ്ടല്ലോ, വളരെ മോശമായ ആളാണ്. ആ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മോനുയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താം. എല്ലാരും വളരെ സന്തോഷിച്ചു. ഇന്ന് കുറെ പച്ചക്കറികളൊക്കെ വിറ്റിട്ട് വരാം. എന്നാലേ നാളെ നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റും. അതെ, നാളെ കല്യാണമുണ്ട്. നിങ്ങൾ നാളെ എങ്ങനെ പോകും? മോനി കതക് വരെ പോയി. എന്നിട്ട് നിലവിളിച്ചു, അമ്മേ, അച്ഛാ, ഒന്ന് വേഗം വരൂ. ഇതൊരു വലിയ അത്ഭുതമാണല്ലോ. രണ്ടുപേരും പുറത്തു ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് അതിശയിച്ചു പോയി. അവരുടെ ചെറിയ വയലിൽ തക്കാളി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് തക്കാളി നിറഞ്ഞു കിടന്നു. അത് കണ്ടിട്ട് എല്ലാരും ഒരുപാട് സന്തോഷിച്ചു. എല്ലാരും പറയുന്നത് ശരി തന്നെയാണ്. ദൈവം തരുമ്പോൾ മഴ പോലെ തന്നെ വീശി വീശി കുറെ തരുമെന്ന്. അതെ, ആ ഈശ്വരൻ നമ്മുടെ നേർമയും നമ്മുടെ ആവശ്യവും മനസ്സിലാക്കി നമുക്ക് തക്കാളി മഴ പെയ്യിപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർ പുറകിൽ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ വീട്ടിനകത്തും തക്കാളി മഴ പെയ്തുകൊണ്ടിരുന്നു. മോഹൻ ആ തക്കാളി മൊത്തം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. മോഹൻ ആ തക്കാളിയൊക്കെ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി.
തലവൻ ഇക്കാര്യം അറിഞ്ഞതും താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് സത്യം ചെയ്തു. അടുത്ത ദിവസം മോനിയുടെ കല്യാണം വളരെ സന്തോഷത്തോടെ നടന്നു. മോഹൻ ഇപ്പോൾ വലിയ പണക്കാരനായി. ഇപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. നന്ദൻ ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി പാടമില്ലാത്തതുകൊണ്ട് ലാലയുടെ പാടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ദിവസം മുഴുവൻ പാടത്ത് ജോലി ചെയ്യും. പിന്നീട് കൃഷി മുഴുവൻ കൊയ്തതിനു ശേഷം ലാലാജി അവിടെ എത്തും. അരെ വാ വാ ഗോളു ബോളു, ഇവിടെയുള്ള എല്ലാ പച്ചക്കറിയും എടുത്തു വെച്ചോ. ചേട്ടാ ലാലാജി, എന്റെ പങ്ക് അത് ഞാൻ മറന്നുപോയല്ലോ. ലാല അവരുടെ ആൾക്കാരോട് ആംഗ്യം കാണിച്ചു. പിന്നീട് അവരുടെ ആളുകൾ പച്ചക്കറികളെയും പഴങ്ങളെയും പിരിച്ചെടുത്തു. ലാലാജി, ഇത് വളരെ കുറവായിട്ടുണ്ടല്ലോ. അങ്ങനെയാണോ? നീ ഇപ്പോഴും എന്നെ ധിക്കാരിക്കുന്നു സംസാരിക്കുകയാണോ? ഇപ്പൊ നീ തന്നെ എനിക്ക് ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് നീ പറഞ്ഞു തരികയാണോ? ലാലാജി, ഞാൻ എന്റെ പങ്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ രാവിലെ തൊട്ട് ഫുള്ളായിട്ട് ഞാനാ ജോലി ചെയ്യുന്നത്. എനിക്ക് എന്റെ പങ്ക് കിട്ടണ്ടേ? ആ, നീ എന്റെ അടുത്ത് ചോദിക്കുന്ന അളവ് നീ വലിയ മനുഷ്യനായോ? നീ നിന്നെ കൊണ്ട് എന്റെ വയലിൽ ജോലി ചെയ്യാൻ പറ്റിയാ ചെയ്തോളൂ. നിനക്ക് ഇത്ര പങ്കേ കിട്ടുള്ളൂ, മനസ്സിലായോ? ലാലയുടെ ആളുകൾ പച്ചക്കറികൾ, പയറുകൾ, പിന്നെ ധാന്യങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. നന്ദൻ വിഷമത്തോടെയായിരുന്നു. ഇത്രയും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കാശുണ്ടാക്കാൻ പറ്റുക? എന്റെ ദൈവമേ, എന്നെ ഒന്ന് സഹായിക്കണേ. ബാക്കിയുണ്ടായിരുന്ന പച്ചക്കറികളും പയറും കൊണ്ട് നന്ദൻ മണ്ടിയിലേക്ക് പോയി. അദ്ദേഹം അവിടെ വ്യാപാരിയോട് ആ പച്ചക്കറികളൊക്കെ വിറ്റു. ഈ പച്ചക്കറിയൊക്കെ മൊത്തം 500 രൂപ കിട്ടുള്ളൂ. പിന്നെ ഈ അരിക്ക് 1000 രൂപ കിട്ടും. ഇതാ പിടിച്ചോളൂ. മാസം മുഴുവൻ ജോലി ചെയ്ത് നന്ദന് വെറും 1500 രൂപയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് വളരെ വിഷമമായി. അദ്ദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു വയസ്സായ മുത്തശ്ശിയെ കണ്ടു. മോനെ, എന്നെ നീ ഒന്ന് സഹായിക്കൂ മോനെ. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അല്പം ആഹാരം നൽകൂ. അമ്മേ, എന്റെ അടുത്ത് കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കാശുണ്ടെങ്കിൽ നൽകൂ മോനെ. ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. നന്ദന്റെ പാക്കറ്റിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വെറും 1500 രൂപയേ ഉള്ളൂ. നന്ദൻ അതിൽ നിന്നും 100 രൂപ നോട്ടെടുത്ത് ആ അമ്മൂമ്മയ്ക്ക് നൽകി. നിന്റെ കയ്യിൽ കാശ് തീരെ കുറവാണല്ലോ, പക്ഷെ നീ എനിക്ക് കാശ് നൽകിയിരിക്കുന്നു. ആ ദൈവം എപ്പോഴും നിനക്ക് നല്ലത് ചെയ്യട്ടെ, സന്തോഷം വരും. നന്ദൻ അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ആ മുത്തശ്ശി അദ്ദേഹത്തെ വിളിച്ചു. ഒന്ന് നിൽക്കുമോനെ, നീ എന്നെ സഹായിച്ചിരിക്കുന്നു. പകരം ഞാനും നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിൽ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഈ തക്കാളി ചെടിയുണ്ട്. ഇത് നിന്റെ തോട്ടത്തിൽ നട്ടുവെക്കൂ. നന്ദൻ ആ തക്കാളി ചെടി വാങ്ങി എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. വീട്ടിലേക്ക് പോയതും നടന്നതൊക്കെ തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു. ലാല ദിവസം എന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സന്തോഷത്തോടെ അവൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. ആ മുത്തശ്ശിക്ക് കാശ് നൽകിയിരിക്കുന്നു. കുറഞ്ഞത് അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ. തരൂ, ആ ചെടി ഞാൻ നട്ടുവെക്കാം. മീന ആ ചെടി തോട്ടത്തിൽ നട്ടുവെച്ചു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ മീന ആ ചെടിക്ക് വെള്ളമൊഴിക്കാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ തക്കാളി ചെടിയെ കണ്ടത് തന്നെ അവൾ ആശ്ചര്യത്തിലായി. അല്ല ചേട്ടാ, ഇവിടെ നോക്കൂ, ഒന്ന് പെട്ടെന്ന് വരൂ. എന്തുപറ്റി? നിങ്ങളിത് കണ്ടോ? തക്കാളി ചെടിയിൽ സ്വർണം നിറഞ്ഞ തക്കാളിയോ? അത് സ്വർണ്ണ നിറത്തിലുള്ള തക്കാളിയല്ല, സ്വർണ്ണ തക്കാളിയാണ്. എന്നാൽ ആ വയസ്സായ അമ്മൂമ്മ എനിക്ക് മായ തക്കാളി ചെടിയാണോ തന്നിരിക്കുന്നത്? അവരൊരു സാധാരണ അമ്മയല്ല, അവരൊരു ദൈവമാണ്, ദൈവം. മീന ഇത് പറഞ്ഞതും തന്നെ ആ ചെടിയിൽ നിന്നും ഒരു പുക പുറപ്പെട്ടു. അതിൽ ആ വയസ്സായ അമ്മൂമ്മ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ആരുടെ മുൻപിലും നേരിട്ട് വരാറില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. നന്ദൻ, നീ വളരെ നല്ലവനാണ്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണ തക്കാളി ചെടി നിനക്ക് ഞാൻ നൽകിയത്. ഈ ചെടിയിൽ ദിവസവും ഒരു സ്വർണ്ണ തക്കാളി ഉണ്ടാകും. പക്ഷെ ശ്രദ്ധിച്ചോണം, ആരെങ്കിലും ഈ തക്കാളി ചെടി മോഷ്ടിക്കണമെന്ന് കരുതിയാൽ അവർ മരിച്ചുപോകും. നിനക്ക് നല്ലതുണ്ടാകട്ടെ. ആ പുക ആകാശത്തിലേക്ക് പറന്നുപോയി. പിന്നെ നന്ദന്റെയും മീനയുടെയും ജീവിതം തന്നെ മാറിപ്പോയി. ആ സ്വർണ്ണ തക്കാളി വിറ്റ് നന്ദൻ തനിക്കായി സ്വന്തം ഒരു പാടം വാങ്ങി. പിന്നെ നന്ദന്റെ ചെറിയ വീട്
ഇപ്പോൾ 2 നില കെട്ടിടമായി മാറി. നന്ദനും തന്റെ ഭാര്യ മീനയും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിച്ചു. ആ സ്വർണ്ണ തക്കാളിയുടെ കാര്യം ഗ്രാമം മൊത്തം പാട്ടായി. പിന്നെ ലാലയ്ക്കും ഇക്കാര്യം അറിഞ്ഞു. സ്വർണമുള്ള തക്കാളിയോ? ഈ സ്വർണ്ണ തക്കാളി ചെടി വളരുന്നുകൊണ്ട് നന്ദൻ ഒരേ രാത്രി കൊണ്ട് ഇത്രയും വലിയ പൈസക്കാരനായോ? ആ ചെടി എനിക്ക് തന്നെ വേണം. എന്ത് സംഭവിച്ചാലും ശരി, അത് എനിക്ക് തന്നെ വേണം. പോവൂ, ഉള്ള എല്ലാരും പോവൂ. ലാല പിറുപിറുത്തുകൊണ്ട് നന്ദന്റെ വീട്ടിലേക്ക് വന്നു. നന്ദൻ, ഓയ് നന്ദൻ, പുറത്തേക്ക് വാ. ആരാണത്? ആരാടാ അത് വീട്ടു പുറത്ത് നായ്മാര് ഒച്ച ഉണ്ടാക്കുന്നത്? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നീ നായിന്നാണോ വിളിക്കുന്നത്? അറിയാണ്ട് പറഞ്ഞതാണ് ലാലാജി, നിങ്ങളെ ഞാൻ വയസ്സായ നായനാ വിളിക്കേണ്ടത്. ചിരിക്കുകയാണോ? എന്നെ നോക്കിട്ട് ചിരിക്കുകയാണോ? കയ്യില് 2 കാശ് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിരിക്കുകയാണോ എന്നെ നോക്കിട്ട്? ഗോളു ബോളു, നന്ദന്റെ ഭാര്യനെ തൂക്കിക്കൊണ്ടുപോടാ. ഗോലുവും ബോലുവും ഉടനെ മീനയുടെ കൈകൾ കെട്ടിയിട്ടു. അല്ല അല്ല, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? വരും ഞങ്ങളുടെ കൂടെ. എന്നെ വിടാനാ പറഞ്ഞേ. എന്റെ ഭാര്യനെ വിട്ടേക്ക്, മര്യാദയ്ക്ക് വിടില്ല ലാലാജി. എടാ, ഇപ്പൊ നീ പുറത്ത് വന്നല്ലോ. നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ നിന്റെ വീട്ടിന്റെ പുറകിൽ വളരുന്ന ആ സ്വർണ്ണ തക്കാളി ചെടി എന്റെ അടുത്ത് തരൂ. പക്ഷെ ശ്രദ്ധിച്ചോണം, ആരെങ്കിലും ഈ തക്കാളി ചെടി മോഷ്ടിക്കണമെന്ന് കരുതിയാൽ അവർ മരിച്ചു പോകും. നിനക്ക് നല്ലതുണ്ടാകട്ടെ. നന്ദന് ആ മുത്തശ്ശി പറഞ്ഞത് ഓർമ്മ വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ചിരി വന്നത്. ഞാൻ തരാം, ഞാൻ നിങ്ങളെടുത്ത് ആ ചെടി തരാം. പക്ഷേ നിങ്ങൾ തന്നെയാണ് മണ്ണിന്ന് ആ ചെടി എടുക്കേണ്ടത്. ആ ശരി, അതിലെന്താ കഷ്ടമുള്ളത്? ഞാൻ എടുത്തോളാം, ശരിയല്ലേ? നന്ദൻ ലാലയെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടെയുണ്ട് ആ സ്വർണ്ണ തക്കാളി ചെടി? എവിടെയുണ്ട്? ആഹാ, ഇപ്പോൾ ഈ ചെടി എന്റേതാണ്, എന്റേത്. ലാല ആ ചെടി പിഴുതെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്നും വലിയ വലിയ വേരുകൾ പുറത്തേക്ക് വന്നു. അത് വന്ന് ലാലയുടെ ശരീരം ചുറ്റിപ്പിടിച്ചു. അയ്യോ, എന്താണിത്? അയ്യോ, ഗോലു ബോലു, വന്ന് രക്ഷിക്കടാ മണ്ടന്മാരെ. അയ്യോ! ലാലയെ രക്ഷിക്കാനായി അദ്ദേഹത്തിന്റെ കൂലിക്കാർ വന്നു. ഉടൻ തന്നെ ആ ചെടിയുടെ വേരുകൾ ഗോലുവിനെയും ബോലുവിനെയും ചുറ്റിപ്പിടിച്ചു. രക്ഷിക്കൂ! എടാ ലാല, നിന്നെ കൊണ്ട് ഞങ്ങളും പെട്ടല്ലോ, ആരെങ്കിലും രക്ഷിക്കൂ. ആ ചെടിയുടെ വേരുകൾ ലാലയെ മാത്രമല്ല ഗോലുവിനെയും ബോലുവിനെയും ചേർത്ത് ഭൂമിയുടെ അടിയിലേക്ക് വലിച്ചെടുത്തു. ഇനി ഇവന്മാരെ ആരെയും ശല്യം പെടുത്തില്ല. തീർച്ചയായും ലാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ ദിവസത്തിനു ശേഷം നന്ദന്റെയും ലീലയുടെയും മാത്രമല്ല, ഗ്രാമത്തിലെ ജനങ്ങളുടെ മൊത്തം ജീവിതവും സമാധാനത്തോടെയായി. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും ലാലയുടെ ശല്യത്തിൽ നിന്നും വിമോചനം ലഭിച്ചു. നന്ദന്റെ സ്വർണ്ണ തക്കാളി ചെടി നന്ദനെ പണക്കാരനാക്കി മാറ്റി. അതോടൊപ്പം അത് ലാലയെ പോലെയുള്ളവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി. കവിതയുടെയും കിഷന്റെയും വീട്ടിന്റെ പുറത്തായിട്ട് അവർക്കന്ന് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. അതിലവർ തക്കാളി കൃഷി ചെയ്തിരുന്നു. ചേട്ടാ, ആഹാരം കഴിക്കാം, ഒന്ന് വരൂ. ആ ഇതോ ഞാൻ വരാം. ഇവിടെ തക്കാളി ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കാണ്. കിഷൻ ആഹാരം കഴിക്കാനായി വീട്ടിലേക്ക് വന്നപ്പോൾ, എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുക, ഇപ്പോൾ നോക്കൂ ആഹാരമൊക്കെ തണുത്തുപോയി. എന്നെ കൊണ്ട് എന്താ നീ ചെയ്യാൻ പറയുന്നത്? തക്കാളി ചെടിക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തക്കാളി ചെടി എങ്ങനെ വളരും? നീ തന്നെ പറ. ശരി, വേഗം ഭക്ഷണം താ. തക്കാളി വാങ്ങാൻ വേണ്ടി വ്യാപാരികൾ വരുന്നുണ്ട്. ശരി. കവിത കിഷന് ആഹാരം നൽകി. കിഷൻ ആഹാരം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം കഴിച്ചു തീർക്കാൻ സമയത്ത് ഒരു വ്യാപാരി അവിടേക്ക് വന്നു. കിഷൻ, അതോ വന്നു. ഈ പ്രാവശ്യം മണ്ടി അത്ര ഒന്ന് പോരാ. അതുകൊണ്ട് കിലോ തക്കാളിക്ക് ഞാൻ 15 റുപ്യ തരാൻ പറ്റുള്ളൂ. ഇത് വളരെ കുറവായിട്ടുണ്ട് ചേട്ടാ. ഇത് നോക്കു മോനെ, ഇതാണ് എന്റെ വില. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ നഗരത്തിലുള്ള തക്കാളിക്ക് വില കിലോന് 30 റുപ്യല്ലേ വെക്കുന്നത്. ചില സമയത്തൊക്കെ അത് ബസാറിൽ വെക്കുമ്പോൾ ഭയങ്കര കുറവായിട്ടാ വെക്കുക. എത്രയോ തക്കാളി നഷ്ടപ്പെട്ടു പോകുന്നു. അത് ആരെങ്കിലും വാങ്ങുന്നുണ്ടോ? പിന്നെ തക്കാളി നോക്കാൻ വേണ്ടി ഒരു ആള് നമ്മൾ വെക്കുന്നുണ്ട്. ആ ആൾക്ക് ഒരു കൂലിയും കൊടുക്കണ്ടേ? കൊറേ ചെലവുണ്ട് കിഷൻ മോനെ, നിനക്കതൊന്നും അറിയില്ല.
പക്ഷെ ചേട്ടാ 15 റുപ്യ വല്ലാതെ കുറവാണ്, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കും മോനെ, എന്നെ കൊണ്ട് എനിക്ക് കൂടെ ഒരു 17 റുപ്യ തരാൻ പറ്റുള്ളൂ. നിനക്കത് ഓക്കെ ആണെങ്കിൽ സമ്മതിക്കേ. കിഷന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷേ തക്കാളികളെ വിറ്റേ പറ്റൂ. ശരി ചേട്ടാ അത് തന്നെ തന്നേക്ക്. എത്ര കിലോ തക്കാളി ഉണ്ട്? ഒരു 200 കിലോ ഉണ്ട് ചേട്ടാ. ശരി മോനെ, കിലോ 200-ന് 17 ഇട്ടാൽ മൊത്തം 3400 റുപ്യ വരുന്നുണ്ട്. ദാ പിടിച്ചോ. ആ വളരെ നന്ദിയുണ്ട് ചേട്ടാ. ആ വ്യാപാരി തക്കാളിയൊക്കെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. പിന്നീട് കിഷൻ സങ്കടത്തോടെ വീട്ടിനകത്തേക്ക് പോയി. എന്തു പറ്റി? നല്ല വില ലഭിച്ചില്ലേ? നഗരത്തിലൊക്കെ ഒരു കിലോ തക്കാളി 30 റുപ്യാണ് വിൽക്കുന്നത്. നമുക്കാണെങ്കിൽ 17 റുപ്യ കിട്ടുന്നുള്ളൂ. ഇതൊക്കെ വളരെ അന്യായമാണ്. പക്ഷെ നമ്മൾ ഈ തക്കാളി വിറ്റില്ലെങ്കിൽ ഇതൊക്കെ നാശായി പോവും. നിങ്ങൾ തന്നെ നഗരത്തിലേക്ക് പോയി തക്കാളി വിറ്റിട്ട് വന്നൂടെ? ഞാൻ നഗരത്തിൽ പോയി തക്കാളി വിൽക്കാൻ പോയാൽ ഇവിടെയുള്ള തക്കാളിയൊക്കെ ആര് നോക്കും? ഇനി മുതൽ അതൊക്കെ ഞാൻ നോക്കാം. പക്ഷെ അത് എങ്ങനെ? നീ വീട്ടു ജോലി നോക്കുവോ അല്ലെങ്കിൽ തോട്ടത്തിലുള്ള ജോലി നോക്കുവോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ രാവിലെ തന്നെ വീട്ടിലുള്ള ജോലിയൊക്കെ തീർത്തിട്ട് നമ്മുടെ കൃഷിയും നോക്കിക്കൊള്ളാം. മാത്രമല്ല കൃഷി ചെയ്യാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സത്യാണ്, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുവോ? ശ്രമിച്ചു നോക്കാമല്ലോ. അതെ. പിന്നീട് അവർ തീരുമാനിച്ചു. അതായത് കവിത തക്കാളി കൃഷി ശ്രദ്ധിക്കാമെന്നും പിന്നെ കിഷൻ നഗരത്തിലുള്ള മാർക്കറ്റിൽ ചെന്ന് തക്കാളി വിൽക്കാമെന്നും. ഒരാഴ്ചക്ക് ശേഷം വീണ്ടും തക്കാളി വിളഞ്ഞു. പിന്നീട് കിഷൻ തക്കാളിയൊക്കെ ഒരു ടെമ്പോയിലാക്കി. ഇന്ന് ആദ്യ ദിവസമാണ്. എല്ലാം നന്നായി നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ശരിയാകും, വിഷമിക്കാതെ പോകൂ. കിഷൻ ട്രക്കും എടുത്തുകൊണ്ട് തിരിച്ചു. അവിടെ മാർക്കറ്റിലേക്ക് ചെന്നതും അവൻ തന്റെ ടെമ്പോയിൽ തന്നെ തക്കാളി വിൽക്കാൻ തുടങ്ങി. വരൂ, പുതിയ പറിച്ച തക്കാളിയാണ്. എല്ലാരും വരൂ, തക്കാളി വാങ്ങാൻ വരൂ. നല്ല ഫ്രഷ് തക്കാളിയാണ്. വരൂ. കിലോ 30 റുപ്യുള്ളൂ. കിലോന് 30 റുപ്യുള്ളൂ. കിലോ 30 രൂപയാണോ? അതെ ചേച്ചി. മറ്റുള്ള കടകളിലൊക്കെ 35 രൂപയാ കിലോ. ഞാൻ നിന്നോട് തന്നെ വാങ്ങിച്ചോളാം. എനിക്ക് 2 കിലോ താ. എനിക്ക് 2 കിലോ. അതെ, എനിക്കും 1 കിലോ. കുറച്ചു സമയത്തിനകം തന്നെ കിഷന്റെ ടെമ്പോയുടെ മുൻപിൽ കൂട്ടമായി കസ്റ്റമേഴ്സ് വന്നു. 4 മണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിനോട് ബാക്കി കുറച്ച് തക്കാളിയേ ഉണ്ടായിരുന്നു. തക്കാളിയുണ്ടോ? വെറും 4 കിലോ ഉള്ളു മോളെ. 4 കിലോ. എല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാം. സിറ്റിയിലുള്ളവർക്ക് നല്ല ഫ്രഷായ തക്കാളി കുറഞ്ഞ വിലയിൽ കിട്ടിയതും എല്ലാരും അത് വാങ്ങിക്കൊണ്ടു പോയി. എന്നിട്ട് കിഷൻ ടെമ്പോയുമായി തിരിച്ചു വീട്ടിലേക്ക് എത്തി. കിഷൻ ടെമ്പോക്കാരന് 1000 രൂപ കാശ് നൽകി. ഇവിടെ നോക്ക് കവിത, ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. എല്ലാ തക്കാളിയും വിറ്റോ? എല്ലാം ഞാൻ വിറ്റ് കഴിഞ്ഞു. മൊത്തം 280 കിലോ തക്കാളിക്ക് ഞാൻ 7500 ആണ് കാശ് കിട്ടിയത്. 1000 റുപ്യ ഞാൻ ടെമ്പോക്കാരനും കൊടുത്തു. ബാക്കിയുള്ള 6500 നമുക്കാണ്. ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ? ഒന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. സിറ്റിയിലുള്ള പെണ്ണുങ്ങളൊക്കെ തക്കാളി നല്ല ചോപ്പുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തക്കാളി വീണ്ടും നന്നായിട്ട് വളരാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. യൂട്യൂബിൽ തപ്പി നോക്കാം. എന്തെങ്കിലും തപ്പിയാൽ നന്നായിട്ട് കിട്ടും. കിഷൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീഡിയോ കിട്ടി. അപ്പൊ തക്കാളി ചെടിയിൽ ഈ പൗഡർ ഇടണം അല്ലേ? പക്ഷെ ഇതെവിടെ കിട്ടും? സിറ്റിയിൽ പോയി തപ്പിയാൽ എന്തായാലും കിട്ടും. നാളെ തന്നെ നഗരത്തിലേക്ക് പോയി ഇത് വാങ്ങിക്കൊണ്ടുവരൂ. ശരി. അടുത്ത ദിവസം വീണ്ടും കിഷൻ നഗരത്തിലേക്ക് പോയി. എന്നിട്ട് ആ ഫെർട്ടിലൈസർ വാങ്ങി. ചേട്ടാ, ഇതുകൊണ്ട് ഒരു തീങ്ങും വരില്ലല്ലോ. ഇത് നോക്കൂ, അധിക അളവിൽ നിങ്ങൾ ഇടാൻ പാടില്ല. പാക്കറ്റിൽ എത്ര അളവ് ഇട്ടിട്ടുണ്ടോ ആ അളവില് നിങ്ങൾ ഇടാൻ പാടുള്ളൂ. ശരി ചേട്ടാ. കിഷൻ ആ കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. കവിത അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതാ മോളെ കെമിക്കൽ ഫെർട്ടിലൈസർ. കടക്കാരൻ എന്താ പറഞ്ഞ വെച്ചാൽ നിനക്ക് എത്ര ആവശ്യമോ അത്ര ആവശ്യം നമ്മൾ ഇടാൻ പാടുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ ഇടാൻ പാടില്ല. ഈ കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ട് തക്കാളിയൊക്കെ നല്ല വലുതായിട്ട് വളരുന്ന പറയുന്നത്. അതായത് അതിന്റെ അളവും വലുതാകുമെന്നോ? അതെ. നല്ല കാര്യമാണ്. അടുത്ത ദിവസം കിഷൻ അവൻ തന്നെ ആ കെമിക്കൽ ഫെർട്ടിലൈസർ തന്റെ വയലിൽ തെളിച്ചു. ഇത് നോക്കു കവിത, നമ്മുടെ തോട്ടത്തിലുള്ള തക്കാളിക്ക് വെറും 2 കൈപ്പിടി മാത്രം ഫെർട്ടിലൈസർ മതി കേട്ടോ നീ. ശരി, ഞാൻ ഓർമ്മ വെച്ചോളാം. ഫെർട്ടിലൈസർ അടിച്ച കുറച്ചു ദിവസത്തിനകം തന്നെ ചെടികളിൽ നല്ല ചുവന്ന വലിയ തക്കാളി കായ്ക്കാൻ തുടങ്ങി. ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് ചേട്ടാ. ഇത് നീ കണ്ടില്ലേ? ഇതിനു മുമ്പേക്കാളും ഇത്രയും വലിയ തക്കാളി വളർന്നത്. ഏകദേശം 350 കിലോ തക്കാളിയാണ് ഉണ്ടാക്കിയത്. അല്ല ദൈവമേ, ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം കിട്ടുമല്ലേ? ശരി, ഞാൻ നഗരത്തിലേക്ക് പോവുക. ഇതൊക്കെ വിൽക്കണ്ടേ? നീ ഫെർട്ടിലൈസർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേഗം തെളിച്ചു വിട്. പക്ഷേ അളവ് മാത്രം നീ നോക്കണേ. തീർച്ചയായും. കിഷൻ തക്കാളിയൊക്കെ ടെമ്പോയിൽ കയറ്റി നഗരത്തിലേക്ക് തിരിച്ചു. മറുവശത്തെ കവിത ഫെർട്ടിലൈസർ വയലിൽ തെളിക്കണം.
2 കൈപ്പിടി ഉപയോഗിച്ചപ്പോൾ ഇത്രയും വലിയ തക്കാളിയോ? എന്നാൽ നമുക്ക് 3 കൈപ്പിടി ഉപയോഗിക്കാം, അപ്പോൾ വീണ്ടും അധികം കിട്ടും. കവിത 3 കൈപ്പിടി അളവിൽ കെമിക്കൽ ഫെർട്ടിലൈസർ വെള്ളത്തിൽ കലക്കി തക്കാളി ചെടികളിൽ തെളിച്ചു വിട്ടു. അടുത്ത പ്രാവശ്യം കിട്ടിയ തക്കാളിയൊക്കെ ആദ്യത്തെക്കാളും കുറച്ച് വലുതായിരുന്നു. വാവ്, വളരെ അത്ഭുതം തന്നെ. പിന്നീട് എന്തായി? ഓരോ പ്രാവശ്യവും കവിത അധികമായി ഫെർട്ടിലൈസർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ അടിക്കാൻ തുടങ്ങി. നമ്മൾ കുറച്ചു ദിവസം കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാനേ പാടില്ല. പക്ഷെ എന്തുകൊണ്ടാ? കാരണം അധികമായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട് ചെടിക്കും മണ്ണിനും വളരെ ആപത്താണ്. ഇതിലെന്താ തെറ്റുള്ളത്? നമുക്ക് ഇത് കാരണം നല്ല വരുമാനം കിട്ടുന്നില്ലേ? കവിത, ആവശ്യത്തിന് ഏറെ സാധനം വാങ്ങിയാൽ അത് അതിനാള് ആപത്താണ്. നീ അടുത്ത 2 വളച്ചലിന് ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പാടില്ല. ശരി ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും. കവിത കിഷനോട് ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിൽ നിന്നും അത്യാഗ്രഹം പോയതേ ഇല്ല. അതുകൊണ്ട് കവിത കിഷൻ എത്ര വട്ടം പറഞ്ഞിട്ടും കേൾക്കാതെ ചെടികൾക്കൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസർ അടിക്കാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യവും തക്കാളിയൊക്കെ വലുതായി തന്നെ വിളഞ്ഞു. അത് കണ്ടിട്ട് കിഷന് വല്ലാതെ അതിശയം തോന്നി. ഈ തക്കാളി എങ്ങനെ ഇത്രയും വലുതായി വളർന്നത്? നീ കെമിക്കൽ ഫെർട്ടിലൈസർ വല്ലതും ഉപയോഗിച്ചോ? പറയൂ നീ. ഇല്ല, ഞാൻ മരുന്ന് തെളിച്ചില്ല. ഒരുപക്ഷെ ആദ്യം ഇട്ട കെമിക്കൽ കൊണ്ടായിരിക്കും. അങ്ങനെയുണ്ടാവും. കവിത കിഷനോട് കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ചെടികൾക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ടുകൊണ്ടേയിരുന്നു. കവിതയുടെ മനസ്സിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾ എല്ലാം നന്നായിരുന്നു. പക്ഷേ പതുക്കെ ചെടികളൊക്കെ വാടാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി? ഇതിനൊക്കെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ വരെ നന്നായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ ഈ ചെടിയൊക്കെ എടുത്ത് മാറ്റിക്കേളാം. നമുക്ക് ഇവിടെ പുതിയ ചെടി വെക്കാം. പിന്നെ ഇത് മൊത്തം വയല് നാശാക്കി കളയും. ശരി ചേട്ടാ. കിഷൻ ആ വാടിയ ചെടികളൊക്കെ പറിച്ചിട്ട് അവിടെ വീണ്ടും നല്ല ചെടികൾ നട്ടു. പക്ഷെ അടുത്ത ദിവസം ആ ചെടിയും നശിച്ചുപോയി. എന്റെ ദൈവമേ, എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ ഈ ചെടിയൊക്കെ ഇങ്ങനെയായത്? എനിക്കറിയില്ല. ഞാൻ ഈ മണ്ണ് നോക്കുന്ന സയന്റിസ്റ്റിനെ വിളിച്ചിട്ട് വരാം. കിഷൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഓഫീസിൽ നിന്നും ഒരു സയന്റിസ്റ്റിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ, ഇന്നലെയാണ് ഞങ്ങൾ ഈ ചെടി വെച്ചത്. ഇപ്പൊ എല്ലാം തന്നെ കെട്ടുപോയി. ഞാൻ ഈ മണ്ണൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. സയന്റിസ്റ്റ് അവിടെ നിന്നും കുറച്ച് മണ്ണെടുത്തു. അദ്ദേഹം ആ സാമ്പിൾസ് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ മണ്ണിൽ ആവശ്യത്തിന് അധികമായ കെമിക്കൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മണ്ണൊക്കെ കെട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യം കൂടിയും ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മണ്ണിൽ മുഴുവനും കെമിക്കൽസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ മണ്ണിൽ ചെടി വളരെയില്ല. ദയവായിട്ട് ബാക്കിയുള്ള ചെടിയിൽ നിങ്ങൾ ഈ കെമിക്കൽസ് ഉപയോഗിക്കരുത്. നിങ്ങൾ സൂക്ഷിക്കണം. ഇത് കേട്ടതും കിഷനും കവിതയ്ക്കും വല്ലാതെ ആശ്ചര്യമായി പോയി. ഇതെല്ലാറ്റിനും കാരണം ഞാനാണ്. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനാണ് കെമിക്കൽ യൂസ് ചെയ്തത്. കവിതയുടെ അത്യാഗ്രഹം കാരണം നല്ല വിളവ് തരുന്ന ഒരു ഭൂമി മരുഭൂമിയായി മാറി. ഒരുപക്ഷെ കെമിക്കൽ ഉപയോഗിക്കാതെ അവർ വ്യവസായം ചെയ്തിരുന്നെങ്കിൽ വരുമാനം കുറവായിരുന്നേനെ. പക്ഷെ അവരുടെ കൃഷിപ്പാടം വളമുള്ളതായും അവരുടെ സന്തോഷം വലുതായും ഇരുന്നേനെ.